പാലക്കാട് സിപിഐയിലെ വിമതർ രൂപീകരിച്ച സേവ് സിപിഐ ഫോറം സിഎംപിയിൽ ലയിക്കുന്നു. സിഎംപിയുമായി യോജിച്ചുള്ള പ്രവർത്തനം സംഘടനയ്ക്ക് കരുത്ത് നൽകുമെന്ന് സേവ് സിപിഐ ഫോറം നേതാക്കൾ അവകാശപ്പെട്ടു. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷാരിഖ്, ഈ സിപിഐയിൽ അകത്തുണ്ടായ വിമത നീക്കമൊക്കെ പാലക്കാട് ഒരു വലിയ രാഷ്ട്രീയ വിഷയമൊക്കെ മാറിയതാണ്. അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ വിമതർ ഈ പുതിയ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സിഎംപിയിലേക്ക് ലയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആ നീക്കത്തിന് പിന്നിൽ? ഏറ്റവും ഒടുവിൽ അതിന് വിശദീകരണമായി എന്തെങ്കിലും നൽകുന്നുണ്ടോ നേതൃത്വം? പ്രജിൻ ക്രിസ്റ്റീന, അതായത് 2024 ജൂലൈയിലാണ് ഈ സിപിഐ പാലക്കാട് ജില്ലാ നേതൃത്വത്തിനോടുള്ള അതായത് അവരുടെ നയങ്ങളിലും അതുപോലെ തന്നെ നിലപാടുകളിലും പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കൂട്ടം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സിപിഐയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് സേവ് സിപിഐ ഫോറം എന്ന സംഘടന രൂപീകരിച്ചത്. തുടർന്ന് ഇവർ 2 വർഷത്തോളം ഈ സംഘടനയുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇവർ ഒരു സിപിഐയുടെ വിമതരായി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് 2 വർഷം ഈ സംഘടനയുമായി മുന്നോട്ട് പോയി. എന്നാൽ അവർക്ക് പിന്നീട് ആ സംഘടനയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ അതായത് അതിൽ ശക്തരായി തുടർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് അവർ സിഎംപിയിലേക്ക് ലയിച്ചത്. എന്തായാലും ഇന്ന് ലയന സമ്മേളനം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. സിഎംപി സംസ്ഥാന സെക്രട്ടറി CA അജീറാണ് ഈ ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അല്പസമയം മുൻപാണ് ആ ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഈ സിപിഐയുടെ പാലക്കാട് ജില്ലാ നേതൃത്വത്തോടുള്ള നയങ്ങളിലും നിലപാടുകളിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് 2024 ഇവർ ഈ സംഘടന സേവ് സിപിഐ ഫോറം എന്ന സംഘടന രൂപീകരിച്ചത്. തുടർന്ന് ആ സംഘടനയുമായി 2 വർഷത്തോളം പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത് ഇത്തരത്തിൽ ഞങ്ങൾ സിഎംപിയിൽ ലയിക്കാൻ പോവുകയാണ്, കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ, അതായത് സിപിഐ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ തന്നെ ലയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും അവർ പറയുന്നത് ഇപ്പോൾ സിഎംപിയുമായുള്ള യോജിച്ചുള്ള പ്രവർത്തനം സംഘടനയ്ക്ക് അതായത് കൂടുതൽ കരുത്ത് നൽകുമെന്ന് തന്നെയാണ് സേവ് സിപിഐക്കാർ ഇപ്പോഴും പറയുന്നത്. എന്തായാലും ലയന സമ്മേളനം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പ്രജിൻ ക്രിസ്റ്റീന. ശരി, ഷാരിഖ് നവാസ് ആണ് പാലക്കാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.